തോമസ് വന്നിരിക്കുന്നത് കോതമംഗലത്തു നിന്നാണ്. കോലഞ്ചേരി എന്നാണ്. ഓക്കെ, അത് ശരി. മുൻപ് വന്നിട്ടുണ്ടല്ലോ സീസൺ 2 ബിടെക് പഠിക്കുമായിരുന്നു. അപ്പോ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ പരിപാടി? എന്താ ബിടെക് കംപ്ലീറ്റ് ചെയ്തില്ലേ? പാസ്സായില്ലേ? സപ്ലി ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ? ഒന്ന് ഇടപെടൂ ചേട്ടന്മാരെ. ഞാൻ ഗുണ്ടാളി ചോദിക്കുന്ന കാര്യമായി പോയില്ലോ. പാവപ്പെട്ട ചെക്കൻ്റെ അടുത്ത് ഈ മാതിരി ഇങ്ങനെ ഡയാന അങ്ങനെ എന്താന്നല്ല, അതിനൊന്ന് സൗമ്യമായിട്ട് അവനോട് ചേട്ടാ സാർ ചോദിച്ചു ബിടെക് ഇനി എന്താ പരിപാടി, അങ്ങനെ അവനെ ഒന്ന് മയക്കി ചോദിച്ചാൽ പറയും. തോമസേ, ബിടെക് കഴിഞ്ഞോ? ഇനി എന്താ പരിപാടി? ഇപ്പൊ ഞാൻ കമ്പനി ജോലി ചെയ്തോണ്ടിരിക്കുന്നു. ഏത് കമ്പനിയാ? ഒരു അലൻസ് എന്ന് പറഞ്ഞ എനർജി ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ്. ആണല്ലോ. എത്ര നാളായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു മാസം ആവണുള്ളൂ. നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ? ശരി, ഒരുപാട് സന്തോഷം കേട്ടാ. വെൽക്കം. ഇതിപ്പോ ഇവന് കല്യാണം ആലോചിച്ച് വന്ന പെണ്ണിന്റെ അമ്മ ചോദിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ പെണ്ണായിട്ട് ചോദിക്കാനാ പറഞ്ഞത്. ഇവന് കല്യാണം ആലോചിച്ച് വന്നൊരു പെണ്ണ് അവനോട് സംസാരിക്കുമ്പം ചോദിക്കുന്നത് ഇതിപ്പോ എത്ര നാളായി ജോലിക്ക് പോകുന്നു, ശമ്പളം എന്തുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ഒരു പെണ്ണിന്റെ അമ്മയുടെ ഭാവം വന്നു. അങ്ങനെയല്ല, കല്യാണ പെണ്ണായിട്ട് ഡയാൻ ഒന്നുകൂടെ ചോദിക്കും. തോമസേ റെഡി ചെയ്യുന്നു? ഹലോ. അവനിപ്പോ പെണ്ണ് കാണാൻ നിൽക്കുന്ന മൂഡിലാ നിൽക്കുന്നത്. തോമസ് ബിടെക് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ എനർജി ഓഡിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ. എന്താ പേര് കമ്പനിയുടെ? അലൻസോ എന്ന് പറയും. അലൻസ്. ഓക്കെ. ഇങ്ങനെ സാലറി ഒക്കെ എങ്ങനെയാ? കുഴപ്പമില്ല ചേച്ചി, പോണ്ട്. ചേച്ചിയോ? അല്ല, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഓക്കെ. ലൈക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ പ്ലാൻ? അതോ ഞാൻ നാട് വിടാനാണ്. വേറെ എന്താ ചെയ്യുന്നേ വർക്കിംഗ് അല്ലാണ്ട്? വർക്കിംഗ് അല്ലാതെ ഞാൻ ചുമ്മാ ഇരിക്കും. അല്ല, വെറുതെ ഇരിക്കും. മതി കലിപ്പിന് ഇത് വന്നു. രാഹുലിന്റെ പ്രശ്നം എത്ര? അഞ്ജലി, ഇപ്പൊ ഡയാന ചെയ്ത വേഷം ഉണ്ടല്ലോ, നമുക്ക് ബാക്കിയൊക്കെ പിന്നെ പറയാം. അത് അഞ്ജലി ഒന്ന് ചെയ്. രാഹുലിന്റെ പെണ്ണ് കാണലാണ് കേട്ടോ. സന്തോഷം നോക്കിയേ. പെണ്ണ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ ജനങ്ങളെ സംരക്ഷിക്കുന്നു. ചേട്ടൻ എന്താ ഇടക്കിടക്ക് ചെവി ഇങ്ങനെ ചൊറിയുന്നത്? എന്റെ ചെവിയിലേ ഒരു കോമഡി കേറിയില്ലെങ്കിൽ വയലന്റ് ആവും ഞാൻ. അതിന്റെ ഒരു കുഴപ്പമാണ്. ഇത് വലിയ പ്രശ്നമാവുമല്ലോ. പ്രശ്നമാവും. കോമഡി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവും. ചേട്ടൻ റൊമാൻറ്റിക് ആണോ? ചേട്ടൻ റൊമാൻറ്റിക് ആണോ? ഞാൻ റൊമാൻറ്റിക് ആണോന്നാ? ഞാൻ 3 ദിവസം റൊമാൻറ്റിക് ആയിട്ട് ആശുപത്രി കിടന്ന ആളാണ്. ഇത് നമ്മുടെ ഇതാണ്. ഇത് കഴിഞ്ഞ് ഇത് UKG ഇന്റർവ്യൂ ചെയ്തെടുക്കുന്ന ടീച്ചർ ചോദിച്ച പോലെ ഉള്ളൂ. താൻ കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ട് ചോദിക്കേ. എന്നെ ഇഷ്ടായോ? അതാ മോഹൻലാലിന്റെ പടത്തിൽ ചോദിച്ച മാതിരി ചോദിക്കും. ഐ ലവ് യു എന്ന് പറഞ്ഞു. തിരിച്ചു വീട്ടിലോട്ട് പോകണ്ടാണ്. ഞാനും വരാൻ. ശരിക്കും പുള്ളിയെ കല്യാണം കഴിക്കാനല്ല പറയുന്നത്, അഭിനയിക്കാനാ പറഞ്ഞത്, ജീവിക്കാനല്ല. ഇനി എന്തൊക്കെ ചോദിക്കണം? സാലറി ചോദിച്ചാലോ? കുട്ടിക്ക് പ്രേമിക്കാൻ അറിഞ്ഞൂടാ. അവൾ അഭിനയിക്കുകയാണ്. ഇവളാണ് അഭിനേത്രി. ഇതാണ് അഭിനയം. ഇതാണ് അഭിനയം.